വന്ന് സഹായിക്കൂ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു പാവപ്പെട്ടവൻ വന്ന് കൈനീട്ടുകയാണ്. നബി തങ്ങളുടെ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആയിഷ ബീവി തലതാട്ടി പിടിക്കുകയാണ്. കാരണം നബി തങ്ങളുടെ വീടിന്റെ അകത്തൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കറിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരാളെയും വെറുകയോടെ മടക്കാത്ത സ്വഹാബിയാണ്. അങ്ങനെ ആ പാവപ്പെട്ടവൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുറ്റത്ത് ചെല്ലുകയാ. അവനന്ന് സലാം പറഞ്ഞു. അബൂബക്കറെ സഹായിക്കണം അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കറിയാമൊന്നുമില്ലെന്ന്, എന്നാലും വീരൊന്ന് തിരയുകയാണ്. എന്തെങ്കിലുമുണ്ടോ എന്ന് നോക്കുകയാണ്. ഒന്നുമില്ലടോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇല്ല എന്ന് പറയാൻ വരികയാണ്. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നു, അബൂബക്കർ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയുമോ? എന്ന് പറയാനൊരു സങ്കടമുണ്ടോ? അബൂബക്കർ തങ്ങളെ തലതാഴ്ത്തി നിൽക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു, നബി തങ്ങളെ പറഞ്ഞതെന്തെന്നറിയോ? അബൂബക്കറിന്റെ മുമ്പിൽ പോയാ ഒരു കൈയോടെ മടക്കൂല. അബൂബക്കർ തങ്ങളിരുന്ന് കരയുകയാണ്. വീട് മുഴുവനും തിരഞ്ഞു നോക്കിയിട്ട് ആ പുറത്തു നിൽക്കുന്നവന് കൊടുക്കാനൊന്നുമില്ല. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ വേറെ ഒന്നുമില്ല. അബൂബക്കർ തങ്ങളെ കരയുകയാണ്. അവസാന പടച്ചവനെ ഒരു വസ്ത്രം ഇങ്ങനെ വാതിലിന്റെ ഇടയിലൂടെ കൊടുക്കുകയായതേ ഉള്ളൂ. പടച്ചവനെ കിട്ടിയത് കൊണ്ട് ആ മനുഷ്യന് പെട്ടെന്ന് പോവുകയാണ്. നമസ്കാരത്തിന്റെ സമയമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇവരെ കാണുന്നില്ല. പള്ളിയിൽ വരുന്ന അബൂബക്കറിനെ കാണുന്നില്ല. റസൂൽ ചോദിച്ചു, എന്തേ അബൂബക്കർ എന്തേ വന്നില്ലേ? വന്നില്ല നബിയേ. സുഖമില്ലാതെ കിടക്കുകയാണോ? എന്റെ അബൂബക്കറിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ചെന്ന് നോക്കാൻ അവിടുന്ന് സ്വഹാബത്തിനെ പറഞ്ഞു വിടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് സ്വഹാബി ഓടിപ്പോവുകയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചൊല്ലുകയാണ്, എന്നിട്ട് ഓടി വരുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബൂബക്കറിന് രോഗമൊന്നുമില്ല നബിയേ. പള്ളിയിൽ വരാത്തതിന്റെ കാരണം എന്തെന്നറിയോ? അന്ന് പറഞ്ഞുവിട്ട പാവപ്പെട്ട മനുഷ്യന് വെറുകയോടെ മടക്കാൻ മനസ്സ് വരാതെ ഇട്ടിരുന്ന വസ്ത്രം ഊരിക്കൊടുത്തു നബിയേ. ഇട്ടിരുന്ന വസ്ത്രം ഊരിക്കൊടുത്തു നബിയേ. അതാ വസ്ത്രമില്ലാതെ വീടിനകത്തിരുന്ന് കരയുക.